എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ നാട്ടിൽ ഉള്ള ഒരു വിചിത്രമായ ചില ചിന്തകളിൽ ചില കാഴ്ചകളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, ഞാൻ ഈ ഇന്നലെ ടി വി ന്യൂസിൽ കണ്ടു, തിരുവനന്തപുരത്ത് ഒരു പേപ്പട്ടീനെ അങ്ങനെ പേപ്പട്ടി എന്ന് വിളിക്കാമോ എന്നെനിക്കറിയില്ല, അതിൻ്റെ പേരിൽ കേസ് വരുമെന്ന് എനിക്കറിയത്തില്ല. ഒരു പേപ്പട്ടി 32 ആളുകളെ ഓടിച്ചിട്ട് കടിച്ചു. അതിൽ ചില ആളുകളുടെ പരിക്ക് ഗുരുതരമാണ്, ചില ആളുകൾക്ക് സാരമായ പോറലുകൾ ഏറ്റിട്ടുണ്ട്. എന്തായാലും അവരെല്ലാം ഇഞ്ചക്ഷൻ എടുക്കണമല്ലോ, അവരെല്ലാവരും ചികിത്സ നേടിയിരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ മൂലമറ്റത്ത് ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ ടാപ്പ് ചെയ്യാൻ പോകുന്ന വഴിക്ക് കാട്ടുപന്നി ആക്രമിച്ച് അദ്ദേഹത്തിനും ഗുരുതരമായ പരിക്ക്, അദ്ദേഹം ആശുപത്രിയിലാണ്. സ്വന്തം ജോലിയിടത്തിൽ വെച്ചാണ് ഈ ആക്രമണം വരുന്നത്, അല്ലാണ്ട് വനത്തിൽ പോയി റബ്ബർ ടാപ്പ് ചെയ്യാൻ പോയതല്ല. സ്വന്തം കൃഷിയിടത്തിൽ വെച്ചാണ് ഈ കാട്ടുപന്നി ആക്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഒരു ചെറിയ വാർത്തയാണ്, അത്യാവശ്യം ചില പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, ചെറിയൊരു വാർത്ത. കാരണം ഈ കാട്ടുപന്നിയും ഈ ആളുകളെ ഓടിച്ചിട്ട് കടിച്ച ഈ പട്ടിയും ഒക്കെ പ്രമുഖരുടെ ഗണത്തിലാണ്. അപ്പോൾ അത് വലിയ വാർത്തയായിട്ട് വരില്ല. പക്ഷേ അത് നേരെ തിരിച്ച് ഈ പട്ടിയെ ഒരാൾ കല്ലെടുത്തെറിയുകയോ ഇല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കുകയോ ചെയ്തെങ്കിൽ അത് അതിഭീകരമായ വാർത്തയായേനെ. ഈ പട്ടിയെ കല്ലെടുത്ത ആളിൻ്റെ ഫോട്ടോ, കല്ലെടുത്ത് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ, ഈ റോഡിൽ കിടക്കുന്ന കല്ലിൻ്റെ ഫോട്ടോ, അവരുടെ അയലോക്കക്കാരൊക്കെ നാളുവഴികളെല്ലാം കഴിഞ്ഞാൽ അതിങ്ങനെ വിശദമായ ഫീച്ചറായിട്ട് വന്നേനെ, അവർ പന്നിയുടെ ആയാലും. അപ്പം സാധാരണക്കാരന് ഇപ്പം സാധാരണക്കാരനൊരു നിയമം, ഇല്ലെങ്കിൽ വലിയ വലിയ കുമ്പത്തെ ആൾക്കാർക്ക്, ഇല്ലെങ്കിൽ ഈ സെലിബ്രിറ്റികൾക്ക് മറ്റൊരു നിയമം. കാരണം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പിടിച്ചുപറിയോ ഒരു മോഷണമോ ഒരു കത്തിക്കുത്തോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോക്കറ്റടിയോ, കഞ്ചാവ് വിൽപ്പനയോ, ഇല്ലെങ്കിൽ ഒരു കാട്ടിൽ കയറി ഒരു പന്നിനെ വെടിവെച്ചു, ഇല്ലെങ്കിൽ കൃഷിയിടത്തിലേക്ക് തൻ്റെ കൃഷി നശിപ്പിക്കാൻ വന്ന ഒരു പന്നിയെ, ഇല്ലെങ്കിൽ ഒരു കുരങ്ങനെ, ഒരു മാനിനെ, ഒരു മൊയിലിനെ വെടിവെച്ചു, ഇല്ലെങ്കിൽ അതിനെ കെണി വെച്ച് പിടിച്ചു എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരെ ഇനി അത് കറി വെച്ച് കഴിച്ച ചട്ടി ഉൾപ്പെടെ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ വിശദമായിട്ട് എല്ലാ പത്രങ്ങളിലും എല്ലാ ടി വി ചാനലുകളിലും എല്ലാം വരും. കാരണം അവരൊന്നും പ്രമുഖരല്ല. പക്ഷെ ഇപ്പോൾ ഈ ആക്രമിച്ചിരിക്കുന്നത് ഈ പന്നിയും ഈ പട്ടിയുടെ പ്രമുഖരായതുകൊണ്ടായിരിക്കാം അവരെ പറ്റി കാര്യമായ വാർത്തകളൊന്നുമില്ല. ഞാനത് പറയാൻ കാര്യം, നമ്മളിപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പത്രമാധ്യമങ്ങളിലൂടെ അല്ലാതെ സാമാന്യ ജനതയുടെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തർക്കം, ഇല്ലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർഡ് ജസ്റ്റിസിൻ്റെ ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ മേലുള്ള ചർച്ചയാണ് എല്ലാ മാധ്യമങ്ങളിലും കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ തകൃതിയായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. 2019 ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതാണ്. ഇത്രയും നാളായിട്ട് ആ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടില്ല. അപ്പോൾ അതിനകത്ത് ചില ആളുകളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി ഈ റിപ്പോർട്ട് പുറത്താക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആരോ ഒരാൾ ഒരു വിവരാവകാശം വെച്ച് ഇതിന് റിപ്പോർട്ട് പുറത്ത് കിട്ടി. പക്ഷേ അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ വെട്ടിമാറ്റിയിട്ട്, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാകുന്ന, ഇല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള ആ കൃത്യങ്ങൾ വെട്ടിമാറ്റിയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുണ്ടായ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ സംബന്ധിച്ചൊരു സംഭവം, അതിനകത്ത് പീഡനം നടന്നു, കുറേ ആൾക്കാർ ശാരീരികമായിട്ട് പീഡിപ്പിച്ചു, ചില ആൾക്കാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഇല്ലെങ്കിൽ ഇതിങ്ങനെയൊരു കുത്തക ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്, പല ആളുകൾക്കും വശംവദരായാലേ ഈ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരു ധാരണ പരത്തുമ്പോൾ തന്നെ ഈ സിനിമാ മേഖലയിൽപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാവരും ഈ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന, ഇല്ല എല്ലാവരും മോശക്കാർ, ഇപ്പോഴത്തെ ആ റിപ്പോർട്ടുകളൊക്കെ വായിച്ചാൽ എല്ലാവരും മോശക്കാരായിട്ട് ആണ് വരുന്ന ഒരു തരത്തിലുള്ള ഒരു വാർത്തകളാണ് വരുന്നത്. ഇല്ല, നമ്മൾ വായിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ. സിനിമയിൽ വന്നൊരു പുതിയ പെൺകുട്ടി വന്ന ഒരു ചാൻസിന് വന്നു, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിപ്പെടണമെങ്കിൽ ഇവർ ആ സംവിധായകനോ ഇല്ലെങ്കിൽ നായക നടനോ, ഇപ്പോൾ അതിൻ്റെ വലിയൊരു കോർ കമ്മിറ്റി അല്ല, ഒരു പവർ കമ്മിറ്റിയെ കൊണ്ടെന്ന് പറയുന്നത്, അതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ ദൈവത്തിന് അറിയാം, പറഞ്ഞുണ്ടാക്കുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ ആ ഒരു കമ്മിറ്റിയിൽപ്പെട്ട ആളുകളുടെ ഇംഗിതത്തിന് വഴങ്ങിയാലേ ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടു, ചില ധീരകളായ ഈ ഇരകൾ, അങ്ങനെയാണല്ലോ പറയേണ്ടത് ഇപ്പോൾ പത്രഭാഷയിൽ, ഈ ഇരകൾ ഇന്നയാൾ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഇല്ല ഇന്നയാളിനെ പീഡിപ്പിച്ചു, എന്നോട് ഇന്ന രീതിയിൽ അനാവശ്യമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന ആള് രാജിവെക്കുന്നു. അടുത്ത ഒരു ഗവൺമെൻറ് തലത്തിലുള്ള ഒരു സംഘടനയുടെ ഒരാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു, രാജിവെച്ചിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റിയുള്ള തർക്കങ്ങൾ നടക്കുന്നു. അപ്പോൾ എന്തായാലും ഇവരൊക്കെ പ്രമുഖരായതുകൊണ്ട് ഇവരുടെ ആരുടെയും പേര് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. ഒരു സാധാരണ അഴിഞ്ഞായി നടക്കുന്ന, ഇല്ലെങ്കിൽ ഈ ശരീരം വെറ്റി ജീവിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷ വേറെ ഒന്നും വിചാരിക്കരുത്, അങ്ങനെ പറഞ്ഞ സ്ത്രീകൾ ഒരാളുടെ പേരിലൊരു പരാതി കൊടുത്താൽ പോലും വേറെ യാതൊരു അന്വേഷണങ്ങളും കൂടാതെ ഈ പ്രതിയാക്കപ്പെടുന്ന, ഇല്ലെങ്കിൽ ഇവർ ഈ പരാതി കൊടുക്കുന്ന ഈ ഇര പരാതി കൊടുക്കുന്ന ആരുടെ പേരിലാണോ അവരെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീടാണ് അതിന് സാക്ഷിമൊഴികളും ബാക്കി സാഹചര്യത്തിലുകളൊക്കെ വെച്ച് അയാൾ ഒരു കേസ് എടുക്കണോ, വെറുതെ വിടണോ, കോടതിയിലേക്ക് വിടണോ എന്നൊക്കെ ആലോചിക്കുന്നത് അതിനുശേഷമാണ്.
അപ്പോൾ ഒരു റിട്ടയർഡ് ജഡ്ജിക്ക് കൊടുത്ത മൊഴികൾ, ശരിക്കും മൊഴികളാണല്ലോ അത്, അപ്പോൾ മൊഴികൾ പ്രകാരം എന്തുകൊണ്ട് കേസ് എടുക്കാൻ പാടില്ല? ഇതിനകത്ത് പറയുന്ന ഈ പ്രതിസ്ഥാനത്ത് വരുന്ന ആളുകൾ എന്തുകൊണ്ട് കേസ് എടുക്കാൻ പാടില്ല? പല കാര്യങ്ങളും നമ്മൾ പത്രത്തിൽ വായിച്ചറിഞ്ഞിട്ടുള്ളത് കോടതികൾ സ്വമേധയാ കേസെടുക്കുന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് സ്വമേധയാ കേസൊന്നും വേണ്ട. ഒരു റിട്ടയർഡ് ജഡ്ജി എന്ന് പറയുന്ന ഒരാൾ അത്ര മോശക്കാരിയായിട്ടുള്ള ആളാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യം എഴുതി വെച്ചേക്കുന്നല്ലോ. അത് ഇവരുടെ ഈ ഇരകളാക്കപ്പെട്ടവരുടെയും മൊഴികളല്ലേ. എന്നിട്ട് അവരുടെ ഇങ്ങനെ ഒരു സംഭവം ഈ രംഗത്ത് നടമാടുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള പേരുകാരൻ്റെ പേരിൽ കേസെടുക്കേണ്ടതല്ലേ? ഇല്ല, ആ പേരുകാരനെ പുറത്ത് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ ആദ്യം പറഞ്ഞ പോലെ സമൂഹത്തിൽ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ പേരും അഡ്രസ്സും നാളും കാരണവന്മാരെ അയലോക്കാരുടെ നാളും പേരും എല്ലാം പറഞ്ഞ് ആഘോഷിക്കുന്ന ഈ ഒരു കാലയളവിൽ ഇവരിപ്പോൾ എന്ത് സാധാരണ മനുഷ്യരെക്കാൾ എന്ത് പ്രത്യേകതയുണ്ട്? ഇപ്പോൾ ഒരു നടനാണെങ്കിൽ, ഒരു പാട്ടുകാരനാണെങ്കിൽ, ഒരു സംവിധായകനാണെങ്കിൽ ഈ സാധാരണക്കാരൻ്റെ പണം കൊണ്ടാണ് ഇവർ ഇതാകുന്നത്. ഈ സാധാരണക്കാരൻ ഇവരെ ഇഷ്ടപ്പെടുന്ന ഇവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ, ഇല്ലെങ്കിൽ ഇവർ അവതരിപ്പിക്കുന്ന കഥകളെ ഇഷ്ടപ്പെട്ടാണ് ഇവരെ ആരാധിക്കുന്നത്. അല്ലാതെ ഒരു പരിധിക്കുള്ള ആളുകളൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും അവർ ഇന്ന ആളായതുകൊണ്ട് ആരാധിക്കുന്ന ആളുകൾ. പക്ഷേ ഇവരുടെ തനിനിറം എങ്ങനെയാകുമ്പം അവരുടെ ആരാധകർ ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയുള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ കഴിവുള്ള ആളുകൾ, അതായത് ഇതിനേക്കാൾ കഴിവുള്ള സംവിധായകരെ, ഇല്ലെങ്കിൽ ഇതിനേക്കാൾ കഴിവുള്ള പാട്ടുകാരെ, ഇല്ലെങ്കിൽ ഇതിനേക്കാൾ കഴിവുള്ള നടീനടന്മാർ ഒരുപക്ഷെ സമൂഹത്തിൽ ഇനിയും കാണും. അവർക്ക് ഇവരെ പോലെ ഇങ്ങനെ ഇടിച്ചു കയറി നിൽക്കാനുള്ളൊരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടോ, ഇല്ലെങ്കിൽ അവരെ കൈപിടിച്ച് ഉയർത്താനായിട്ടില്ലാത്തതുകൊണ്ടോ, സാമ്പത്തികമായിട്ടില്ലാത്തതുകൊണ്ടോ, ഇല്ലെങ്കിൽ ഇതുപോലെ ശരീരമോ, ഇല്ലെങ്കിൽ അതുപോലെയുള്ള അവനവന് വിലപ്പെട്ട ഒന്നും മറ്റുള്ളവർക്ക് മുമ്പ് സമർപ്പിക്കാനോ കാഴ്ചവെക്കാനോ തയ്യാറില്ലാത്തതുകൊണ്ടോ ആയിട്ട് മാറി നിൽക്കുന്നതായിരിക്കും. അപ്പം ഇത് ഏതെല്ലാം രീതിയിലാണ് ഇപ്പം ഇവർ പറയുന്ന പോലെയാണെങ്കിൽ ഈ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ഒരു വശീകരിച്ച്, ഇല്ലെങ്കിൽ അവരുടെ വശംവദരായിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാം എന്ന് ഒരു ചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ ഇവർക്ക് അത്ര വലിയൊരു മാനുഷിക പരിഗണനയോ പ്രത്യേകത കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർ ഒരിക്കലും ഈ നക്ഷത്രങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളാണ്. സാധാരണക്കാരുടെ കൂട്ട് എപ്പോഴും റോഡിൽ ഇല്ലെങ്കിൽ ഈ മണ്ണിൽ നിൽക്കുന്ന ആളുകളല്ല. അപ്പോൾ ഈ നീതി നിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനൊരു നിയമം, കാട്ടുപന്നിക്കൊരു നിയമം, സിനിമാടന്മാർക്കൊരു നിയമം, ഇല്ല നടിമാർക്കൊരു നിയമം, ഈ രാഷ്ട്രീയക്കാർക്കൊരു നിയമം, ആ ഒരു ചിന്ത മാറിയിട്ട് നമ്മളോട് ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിക്കുന്ന, നമ്മുടെ ഈ കേരളത്തിലെങ്കിലും സഹോദരങ്ങളായിട്ട് ജീവിക്കുന്ന ഈ ഒരു നാട്ടിൽ എല്ലാവർക്കും തുല്യമായ രീതിയിലുള്ള നീതി ഇല്ല നിയമം നടപ്പാക്കുന്ന ഒരു രീതിയല്ലേ നല്ലത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാരണം എനിക്കിതാകാമെങ്കിൽ നിനക്കും ഇതാകാം, ആ ഒരു അവസ്ഥ വരണം. ആരും അന്യായം കാണിക്കണമെന്നോ നീതി നിഷേധം കാണിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത്. ഒരു നിയമം ഒരു രാജ്യത്ത് നടപ്പാകുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അത് സിനിമാ നടനായിക്കോട്ടെ, രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, അല്ലാതെ ആരും ആയിക്കോട്ടെ. ഇതിനെപ്പറ്റി ഒന്ന് നമുക്ക് കൂലങ്കഷമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആലോചിക്കാം. നന്ദി, നമസ്കാരം.